ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20ാമത്തെ പേജാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓൾ ദ സെയിം യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ. അതായത് എന്തൊക്കെയായാലും യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ, അതായത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. ഓൾ ദ സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ ശരി. എന്നിട്ട് പറയുകയാണ് യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ, നിങ്ങൾ ഇവിടെ താമസിക്കരുത്. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി, ഞാൻ നിന്നെ ഈ സിറ്റിക്ക് പുറത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ടു ദ വില്ലേജ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിന്നെ ഈ സിറ്റിക്ക് പുറത്തുള്ള വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. യു വിൽ ബി സേഫർ ദെയർ, നീ അവിടെ കൂടുതൽ സുരക്ഷിതനായിരിക്കും. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് എന്താണ്, നീ അവിടെ സുരക്ഷിതനായിരിക്കും. സേഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതൻ, കൂടുതൽ. യു വിൽ ബി സേഫർ, ഇവിടത്തേക്കാളും കൂടുതൽ സുരക്ഷിതനായിരിക്കും. ദെയർ എന്ന് വെച്ചാൽ അവിടെ. ഐ ഷുക്ക് മൈ ഹെഡ്, അതായത് ഞാൻ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഓക്കെ, ഷുക്ക് മൈ ഹെഡ്, ഞാൻ തലയാട്ടി. ഐ കാണ്ട് ലീവ് ദിസ് പ്ലേസ്, എനിക്ക് ഈ സ്ഥലം ഉപേക്ഷിച്ച് പോകുവാൻ സാധിക്കുകയില്ല. ലീവ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, അതായത് എനിക്ക് ഇവിടെ നിന്ന് ഈ സ്ഥലം വിട്ടു പോകുവാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുവാൻ സാധിക്കുകയില്ല, വിട്ടുപോകുവാൻ സാധിക്കുകയില്ല. ഐ സെഡ് ഫോംലി, ഞാൻ എന്താണ് പറയുന്നത്, ഉറപ്പിച്ചു പറഞ്ഞു, ഞാനത് ഉറപ്പിച്ചു പറഞ്ഞു. Only now did he seems to understand my real reason for hiding among the ruins. Only now, അപ്പോൾ മാത്രമാണ് എന്താണ് ഞാൻ എന്താണ് ഞാൻ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുവാനുള്ള എൻ്റെ കാരണം, ഒളിച്ചിരിക്കുവാനുള്ളതിൻ്റെ കാരണം അയാൾക്ക് മനസ്സിലായത്. ഓക്കെ, എന്താണ് ഒള്ളി, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ഒള്ളി നൗ, അപ്പോൾ മാത്രമാണ്. ഹീ സീംസ് ടു അണ്ടർസ്റ്റാൻഡ്, സീംസ് എന്ന് വെച്ചാൽ കാണപ്പെട്ടു, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി. മൈ റിയൽ റീസൺ, എൻ്റെ ശരിയായ കാരണം. ഫോർ ഹൈഡിങ്, ഒളിച്ചിരിക്കുന്നതിന്. എമംഗ് ദ റൂയിൻസ്, ഈ ഇടിച്ചു പൊളിഞ്ഞു കിടക്കുന്ന ഈ സാധനങ്ങളുടെ ഇടയിൽ. ഓക്കെ, എന്താണ് ഞാൻ ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ, റൂയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അപ്പം അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായി. യു ആർ ജൂയിഷ്, നീ ഒരു ജൂതനാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾ ഒരു ജൂതനാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു യഹൂദനാണോ? ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. യെസ്, അതെ. യെസ്, വെൽ, അതെ, അത് ശരിയാണ് എന്ന് ഞാനും പറഞ്ഞു. അതെ, നീ ഒരു ജൂതനാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെങ്കിൽ ശരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ്, വെൽ, അതെ. ഹി മർമേഡ്, യെസ് എന്ന് പറഞ്ഞു. ഞാൻ യെസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ്, വെൽ, എന്നാൽ. ഹി മർമേഡ്, അവൻ പിറുപിറുത്തു. ഇൻ ദാറ്റ് കേസ്, ഇൻ ദാറ്റ് കേസ് എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ, എന്നാൽ ആ കാരണത്താൽ. ഐ സി, ഞാൻ കാണുന്നു. യു റിയലി കാണ്ട് ലീവ്, നിനക്ക് ഈ പ്ലേസിൽ നിന്ന് പുറത്തു പോകുവാൻ സാധിക്കുകയില്ല. വേർ ആർ യു ഹൈഡിങ്, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇൻ ദ ടാറ്റിക്, അപ്പൊ ഹൈഡിങ് എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുക. ഇൻ ദ ആറ്റിക്, ഇൻ ദ ആറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിൻ പുറത്ത്. ഹി ഇൻസ്പെക്ടഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് നോട്ടീസ്. ഹി ഇൻസ്പെക്ടഡ്, അതായത് അവൻ അത് മൊത്തം പരിശോധിച്ചു. ആൻഡ് എന്താണ് ഇൻസ്പെക്ട് ചെയ്തിട്ട്, ദ ടാറ്റിക്, ടാറ്റിക് ആണ് അവൻ, അതായത് ആ തട്ടിൻപുറം മൊത്തം പരിശോധിച്ചു. ആൻഡ് ഡിസ്കവേർഡ്, എന്നിട്ട് കണ്ടെത്തി. സംതിങ്, എന്തോന്ന്. ഐ ഹാഡ് നോട്ട് എറ്റ് നോട്ടീസ്, ഞാൻ ഇതുവരെ കാണാത്ത ഒരു കാര്യം അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, എന്താണത്? എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബവ് ദ എൻട്രൻസ് ഓഫ് ദ ആറ്റിക്. അദ്ദേഹം അവിടെ എന്താണ് കണ്ടെത്തിയത്? അദ്ദേഹം തട്ടിപ്പുറം പഠിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയെന്നാണ്, തട്ടിൻ്റെ ആ പ്രവേശന കവാടത്തിന് മുകളിൽ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഒരു മേലറ. ഒക്കെ, അദ്ദേഹം അവിടെ കണ്ടെത്തിയത് എന്താണ്? എ ഐ ഹാഡ് നോട്ട് നോട്ടീസ് എ ലോഫ് മെയ്ഡ് ഓഫ് ബോർഡ്സ്, അതായത് ഒരു അറ, ഒരു അറയാണ് അദ്ദേഹം അവിടെ കണ്ടെത്തിയത്. എങ്ങനെയുള്ള അറ, അല്ലെങ്കിൽ ഒരു തട്ട് അല്ലെങ്കിൽ ഒരു ചേംബറാണ് കണ്ടെത്തിയത്? മെയ്ഡ് ഓഫ് ബോർഡ്, ബോർഡ് കൊണ്ട് നിർമ്മിച്ചത്. ഡയറക്റ്റ്ലി എബവ് ദ എൻട്രൻസ്, ഡയറക്റ്റ്ലി നേരെ എബവ്, മുകളിൽ. എന്തിനാണ്? എൻട്രൻസ്, പ്രവേശന കവാടത്തിന്റെ നേരെ മുകളിൽ ഉള്ള ഒരു ടാറ്റിക്, ഒരു ആ തട്ടിൻപുറത്തിന്റെ പ്രവേശന കവാടത്തിന്റെ മുകളിൽ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഒരു അറ കണ്ടെത്തി. ദ ഓഫീസർ സെഡ്, the officer said he thought I should hide in this loft. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഈ അറയിൽ ഒളിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന്.
ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അദ്ദേഹം എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു, ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും തിന്നുവാനുണ്ടോ? നോ, ഇല്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വെൽ, നെവർ മൈൻഡ്, അതോർത്ത് വിഷമിക്കണ്ട. ശരി, നീ അതോർത്ത് വിഷമിക്കണ്ട. ഹി ആഡഡ് ഹേസ്റ്റ്ലി, അദ്ദേഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഹേസ്റ്റ്ലി, ആഡഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ തിടുക്കത്തിൽ കൂട്ടിച്ചേർത്തു. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്, ഞാൻ നിനക്ക് അല്പം ഫുഡ് കൊണ്ടുതരാം. ഫുഡ് ഐ വിൽ ബ്രിങ്, ഞാൻ കൊണ്ടുവരാം. യു, നിനക്ക്. സം ഫുഡ്, അല്പം ഭക്ഷണം. യു നൗ, only now did I venture a question of my own. ആ ഒരു സമയത്ത് മാത്രമാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉന്നയിക്കുവാൻ ധൈര്യം വന്നത്. അല്ലെങ്കിൽ ആ സമയത്താണ് ആ മനുഷ്യനോട് എനിക്കൊരു ചോദ്യം ചോദിക്കുവാനുള്ള ധൈര്യം എൻ്റെ ഉള്ളിൽ. വെഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, എൻ്റേതായിട്ട്. ആർ യു ജർമ്മൻ, നീ ഒരു ജർമ്മനാണോ? ഹി ഓൾമോസ്റ്റ്, ആർ യു എ ജർമ്മൻ, നീ ഒരു ജർമ്മനാണോ? ഹി ഓൾമോസ്റ്റ് ഔട്ടഡ് ഹിസ് ആൻസർ, അവൻ ഒരുവിധം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. അയാൾ ഒരു ജർമ്മനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഷൗട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലറി വിളിച്ച് പറഞ്ഞു. ഹിസ് ആൻസർ, ഉച്ചത്തിൽ അലറി വിളിച്ച് പറഞ്ഞു. ഇൻ അജിറ്റേഷൻ, ഒരിക്കലും ഇഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ ദേഷ്യത്തോടെ, അപമാനത്തോടെ. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ അൻ ഇൻസൾട്ട്, എൻ്റെ ക്വസ്റ്റ്യൻ അയാളെ എന്താണ്, ഒന്ന് ഇൻസൾട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ചോദിച്ചതുപോലെ അയാൾ ഉത്തരം പറഞ്ഞു, അലറി വിളിച്ച്. ഒക്കെ ഇൻസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവമാനിക്കുന്നതിന് വേണ്ടി. യേസ്, അതെ. ഐ ആം അക്ഷയ്ഡ് ഓഫ് ഇറ്റ്, ഞാനൊരു ജർമ്മനാണ്, അതിനെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. അക്ഷയ്ഡ് ഓഫ് ഇറ്റ്, ലജ്ജിക്കുന്നു. ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ് ഈസ് ബീങ് ഹാപ്പനിങ്, അതായത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. അബ്രപ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം, അബ്രപ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി. ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ, അദ്ദേഹം എനിക്കൊരു ഷൈക്ക് ഹാൻഡ് തന്നു. അതിനുശേഷം ആൻഡ് ലെഫ്റ്റ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ്. ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സിൽക്മാൻ, എങ്ങനെയാണ് ആ ഓഫീസർ സിൽക്മാനെ സഹായിച്ചത്? ദ ഓഫീസർ ഇനിഷ്യലി വാണ്ട് ടു ഹെൽപ്പ് സിൽക്മാൻ എസ്കേപ്പ് ദ സിറ്റി. ആദ്യം തന്നെ ആ ഓഫീസർ എന്താണ് ആഗ്രഹിച്ചത്? സിൽക്മാനെ ആ സിറ്റിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനാണ്. എസ്കേപ്പ് ചെയ്യിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തണം. എവിടെ നിന്ന്? സിറ്റിയിൽ നിന്ന്. ബട്ട് അപ്പോൺ ലേണിംഗ് ദാറ്റ് സിൽക്മാൻ വാസ് എ ജൂയിഷ്, അതായത് പക്ഷെ അവൻ എപ്പോഴാണോ ലേണിംഗ് പഠിച്ചത്, അല്ലെങ്കിൽ അറിഞ്ഞത്, ദാറ്റ്, അത് എന്താണ്? സിൽക്മാൻ വാസ് എ ജൂയിഷ്, അതായത് സിൽക്മാൻ ഒരു യഹൂദനാണെന്ന്. ഹി ഡിസൈഡഡ് ടു ഹൈഡ് ഹിം ഇൻ ദ ആറ്റിക്, അവനെ ആ തട്ടിൻപുറത്ത് തന്നെ ഒളിച്ചു നിർത്തുവാനായിട്ട് തീരുമാനിച്ചു. എ സ്മോൾ ലോഫ്റ്റ് എബവ് ദ എൻട്രൻസ്, അതായത് ആ ആറ്റിക്കിന്റെ തട്ടിൻപുറത്തിന്റെ മുകളിലുള്ള ചെറിയ ഒരു ലോഫ്റ്റിൽ അവനെ ഒളിച്ചു നിർത്താമെന്ന് തീരുമാനിച്ചു. ഹി പ്രോമിസ്ഡ്, അവന് വാഗ്ദാനം ചെയ്തു. ടു ബ്രിങ് ഹിം ഫുഡ് ആൻഡ് ഓഫർ ഹിസ് സപ്പോർട്ട്, അവന് ഭക്ഷണം കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ അവന്റെ സഹായവും അവന് വാഗ്ദാനം ചെയ്തു. അടുത്തതായിട്ട് വാട്ട് വാസ് ദ ഓഫീസർ അഷെയിംഡ് ഓഫ്, എന്തായിരുന്നു ആ ഓഫീസർ ലജ്ജിച്ചിരുന്നത്, അല്ലെങ്കിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞത്? ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്, ദ നാസീസ്, അതായത് ജർമ്മനി പട്ടാളക്കാരെ വിളിക്കുന്നതാണ് നാസീസ്, ഡിപ്പോർട്ടഡ് മോസ്റ്റ് ജൂസ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഡിപ്പോർട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവന്നു. മോസ്റ്റ് ജൂസ്, മിക്കവാറും എല്ലാ യൂതന്മാരെയും, ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്, അതായത് അവരെ പീഡിപ്പിക്കുന്ന തടങ്കൽ പാളയത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. വെയർ ദേ എൻഡ്യൂർഡ് അൺഇമാജിനബിൾ ടോർച്ചർ, അവിടെ അവര് നമുക്ക് അൺഇമാജിനബിൾ, സങ്കല്പിക്കുവാൻ കഴിയാത്ത പീഡനം, ടോർച്ചർ, എൻഡ്യൂർഡ്, സഹിച്ചു. ബിഫോർ ബീയിങ് മർഡേഡ്, എപ്പോഴാണ് മർഡർ, കൊല്ലുന്നതിന് മുൻപ്. ബിഫോർ എന്ന് വെച്ചാൽ മുൻപ്. ഇൻ ഗ്യാസ് ചേംബേഴ്സ്, അതായത് വായു കടക്കാത്ത അറയിലിട്ട് അവരെ വിഷവാതകം കൊടുത്ത് കൊല്ലുന്നതിന് മുൻപ് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്തത്രയും പീഡനം അവർക്ക് നൽകി. ദ ഓഫീസർ ഫെൽറ്റ് ഡീപ് ഷെയിം ഫോർ ദീസ് അട്രോസിറ്റീസ്, ആ ഓഫീസറിന് ഇത്തരത്തിലുള്ള ക്രൂരതയെ ഓർത്താണ് ഭയങ്കരമായിട്ടുള്ള ഷെയിം, അല്ലെങ്കിൽ നാണം, അല്ലെങ്കിൽ ലജ്ജ വന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക് പോവുകയാണ്.